ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. എല്ലാവരും ഒന്നും അടുത്തുന്ന സദസ്സിനൊരു ഇതുണ്ടാവും, അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. മുന്നോട്ടിരുന്നോളൂ. വളരെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ചാരിക്കുക, ഊരവേദനയൊക്കെ ഉള്ളവർ. ആവശ്യമുള്ളവർ കസാര ഇരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കസാരകളുണ്ട്. തജീദ് പറഞ്ഞോളി. അലം തറ, ഇതിലാരോ പുതിയ ഉണ്ടെന്ന് ഉണ്ടല്ലേ? എന്നാ നോക്കിയോളി. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പല രൂപത്തിലുള്ള അലിഫുകൾ കാണാം. പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്. ഇങ്ങനെ കാണാം, ചെറിയ സ്വാദിട്ടത്, പിന്നെ അംസട്ടത്, റൗണ്ട് അബൌട്ട് പോലെ ഒരു മുദബ്ബറായ സുക്കൂനുള്ള അലിഫ്, ഒന്നുമില്ലാത്ത നഗ്നമായ അലിഫ്. അലം തറ എന്നുള്ളിടത്ത് ആ എങ്ങനെയാണ് വന്നത്? രണ്ടാമത്തെ അംസട്ടിട്ടാണ്. ഇത് കാണിക്കണ എന്തിനാണ്? നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ഖതഇന്റെ ഹംസ എന്നാണ് അതിനെ പറയല്. നിങ്ങൾ ആ പേര് പഠിച്ചിട്ടില്ലെങ്കിലും ഈ സിഗ്നൽ കണ്ടാൽ ഉച്ചരിക്കണം. അ ഇ ഉ എന്ന് ഉച്ചരിക്കാൻ നിർബന്ധമാണ്. എന്നാ ഇത് കണ്ടാലോ? ഉച്ചരിക്കൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഉച്ചരിക്കണം, അല്ലെങ്കിൽ കൂട്ടി ഓതാണെങ്കിൽ ഉച്ചരിക്കേണ്ടതില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത് വന്നൊരു സ്ഥലം ഖുർആനിൽ എവിടെയുള്ളത്? അൽ ഹംദു, സൂറത്തു ഫാത്തിഹയില് അൽ ഹംദു. അവിടെ എന്താ വന്നത്? ഈ ഇതാണ് വന്നത് അല്ലേ? അൽ ഹംദു മറച്ചു വെക്കേണ്ടി. അവിടെ നമ്മൾ ആ ഓതിന് എന്തുകൊണ്ടാ? സ്റ്റാർട്ടിങ് ആയിട്ടുകൊണ്ടാ, തുടക്കമായതുകൊണ്ടാ. ഇനി നിങ്ങൾ കൂട്ടി ഓതാണെങ്കിലോ? ബിസ്മില്ലാഹിർ റഹ്മാനിൽ ഹംദി. ഉണ്ടോ? റഹ്മാനിൽ ഹംദി. അപ്പം അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതോ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതോ ആമനു കഫറു എന്നൊക്കെ ഇതിനോടത്ത് ഇങ്ങനെ കാണാം. നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ കഫറു എന്നൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ മുദബ്ബറായ സുക്കൂനാണ്. അതിൻ്റെ അർത്ഥം ആ അക്ഷരത്തിന് ഉച്ചാരണമില്ല. കഫറു എന്ന് ഓതുണ്ട് നമ്മൾ, ആമനു എന്ന് ഓതുണ്ടോ? ഇല്ല, ആമനു. പക്ഷെ അതവിടെ എഴുതണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വന്നാൽ രണ്ടിലധികം കാര്യത്തിന് വരും. ഒന്ന് നീട്ടാനാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് വാ, അവിടെ എങ്ങനെ വന്ന വാ അല്ലേ? ഇനി മറ്റൊന്ന്, ഈ വാവിന്റെ മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ മിഡില് വരും. അപ്പൊ വാ നല്ല ഉച്ചരിക്കണ്ടേ? അകാരമായിട്ട് ഉച്ചരിക്കണം. ഉദാഹരണമായിട്ട് സ്വലാത്ത്, ജക്കാത്ത് എന്നുള്ളിടത്തൊക്കെ എങ്ങനെ എഴുതാം? എഴുത്തിലുണ്ടാവുക ജക്കവാത്ത് എന്നാ, അല്ലെങ്കിൽ സ്വലാത്ത് ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവുക. ഇത് സ്വലവാത്ത് നല്ല ഉച്ചരിക്കാം. സ്വലാത്ത് എന്നാ, വാവിനെ അകാരമായി ഉച്ചരിക്കണം. ആ വാവിന്റെ മിഡിലാടുക. ഇനി ഈ താവ് മാറ്റിയിട്ട് ഈ അലിഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടാലോ? സ്വലവാത്ത് എന്നാ വായിക്കാം. മനസ്സിലായില്ലേ? ശേഷിട്ടാൽ ദീർഘമാണ്. വാവിൻ്റെയും യാഇൻ്റെയും മിഡിൽ വന്നാൽ അകാരമായി ഉച്ചരിക്കാനാണ് വാവ് ഉച്ചരിക്കരുത്. ഇപ്പൊ ഈ 4 അലിഫ് പഠിച്ചില്ലേ നിങ്ങൾ? അതാണ് ഖുർആനിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഇൽമ്, അലിഫ. അറബി അക്ഷരമാലയിൽ തുടങ്ങണതും അലിഫ.
ഇനി നോക്കിയോളി, അലം തറ റിവേഴ്സ് എടുത്ത് വരിക. ആ ഏത് പെട്ടതാണ്? ഖതഇന്റെ ഹംസ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ അലം കഴിഞ്ഞിട്ട് മീമുമലങ്ങൾ എന്താ കാണുന്നത്? എന്താ കാണുന്നത്? എന്ത് സുക്കൂനാ കാണുന്നത്? എന്ത് സുക്കൂനാണ്? ഇങ്ങനെയുള്ള സുക്കൂനാണോ ഇങ്ങനെയുള്ള സുക്കൂനാണോ? ഇനി ഒന്നുമില്ലാത്ത അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഏതാ കാണുന്നത്? ഇതല്ലേ? ആ അപ്പൊ അങ്ങനെ ആ സിഗ്നൽ കണ്ടാൽ മനസ്സിലാക്കാൻ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ ഓതണം? അലം അലം മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. പിന്നെ അലം തറ അന്ന അ കണ്ടില്ല? നിങ്ങൾ നേരത്തെ പഠിച്ച ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അ അവിടെ ഓർത്തു പോവുക, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ അലം തറ അന്ന തരിമൂക്ക് ധരിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എത്ര പ്രാവശ്യം ധരിപ്പിക്കണം തരിമൂക്ക്? മിനിമം 2 പ്രാവശ്യമാണ്. 3, 4, 5 ഒക്കെ പോവാം. അപ്പൊ അന്ന ആ തരിമൂക്ക് ധരിപ്പിക്കണം എന്നാ. അതിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. ഉന്നത്ത് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? മണിക്ക നമ്മൾ മലയാളത്തിൽ പറയും. ശരിക്കായി എവിടുന്നാണ് അറബികൾ ആ ഇത് പിടിച്ചെടുത്തത്? നമ്മളെ ഫസ്റ്റിലെ ക്ലാസ് പറഞ്ഞതൊക്കെ മരുഭൂമിയിലെ തള്ളമാൻ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് ശബ്ദമാണ് ഏത്? ആ ശബ്ദത്തിൽ നിന്നാണ് ഒരു ഉന്നത്തെടുത്ത്. മനസ്സിലായില്ലേ? പിന്നെ അന്നല്ലാഹ എന്തേ അന്നല്ലാഹ എന്ന് വായിക്കാഞ്ഞ്? ലാഹ വായിക്കണില്ലേ നമ്മള്? ഉണ്ട്. ബിസ്മില്ലാഹി ഇവിടെ ലാഹ. അപ്പൊ അള്ളാഹ് എന്ന പദത്തിന് 2 രൂപത്തിലുള്ള ഉച്ചാരണമുണ്ട്. ഒന്ന് തഫീമായിട്ടുള്ള ഉച്ചാരണം, സ്വരഭാരത്തോടു കൂടിയുള്ള ഉച്ചാരണവും സ്വരഭാരം കുറച്ചുകൊണ്ടുള്ള ഉച്ചാരണം. സ്വരഭാരം എന്ന് പറഞ്ഞാൽ ബലൂൺ വീർപ്പിച്ചതുപോലെ കാറ്റുള്ളത് പോലെ തൊള്ളാക്കുക. അപ്പം വാ അന്നല്ലാഹ ഞോ ബിസ്മില്ലാഹി കാറ്റിയുടെ ഒഴിവാക്കുക. മനസ്സിലായില്ലേ? പിന്നെ അതിനാണ് അറബിയിൽ തഫീം തർക്കീക്ക്. അപ്പൊ 2 രൂപമുണ്ട് എന്ന് മനസ്സിലാക്കുക തൽക്കാലം. പിന്നെ യുജി സഹാബൻ അവിടെ ആ തൻവീൻ എന്താ ചെയ്യേണ്ടത്? ബൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയും കാണാം ഖുറാനിൽ, ഇങ്ങനെയും കാണാം. ഏതാ കാണേണ്ടത്? അത് ബൻ ആയാലും ബിൻ ആയാലും ഒക്കെ അങ്ങനെ കാണാം അല്ലേ? ഒപ്പരല്ലാതെയും ഒപ്പരയുള്ള രൂപത്തിലും കാണാം. ഇവിടെ എങ്ങനെ കാണുന്നത്? ഒപ്പരല്ലാതെ. അപ്പൊ ഈ എന്തിനാ ഉച്ചരിക്കുക? എന്തിനാ ഉപയോഗിക്കുക? 2 കാര്യത്തിനാണ് ഒപ്പരല്ലെങ്കിൽ ഉപയോഗിക്കുക. ഒന്നുക്ക് ഇദ്ഗാമാവും അല്ലെങ്കിൽ ഇഖ്ഫാ ആവും. ഇങ്ങനെ വന്നാൽ ഒന്നുക്ക് ഇദ്ഗാമാവും അല്ലെങ്കിൽ ഇഖ്ഫാ ആവും. ഇദ്ഗാമിനാണോ ഇഖ്ഫാവിനാണോ വന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ശേഷം വന്ന അക്ഷരം നോക്കുക. ഇങ്ങനെ വന്നാലോ ഇൽഹാറിനാവും, വെളിവാക്കാനാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. അപ്പൊ എങ്ങനെ ഓതണം? സഹാബം സുമ്മ. പിന്നെ സുമ്മ ഉന്നത്തോടു കൂടി പറയാം. പിന്നെ യു അല്ലിഫു ബൈനഹു, ഹു 2 കതിർ നീട്ടിയാൽ മതി. മദ്ദുസിലത്തി സൂറ എന്നാണ് അതിന് പറയാറുള്ളത്. പിന്നെ സുമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. യജ് അലുഹു, ആ ഹൂം നേരത്തെ പറഞ്ഞ പോലെ മദ്ദുസിലത്തി സൂറ. പിന്നെ റുക്കാമം ഫ കണ്ടോ? ഇതാണ് വന്നത്. റുക്കാമം ഫ ഇഖ്ഫാ ചെയ്യുക. ഇഖ്ഫാ എന്നാണ് അതിന് പറയാറുള്ളത്. പിന്നെ ഫതറൽ വദ്ഖ, തറ നീട്ടണോ നീട്ടണ്ടേ? വേണ്ട. എന്തുകൊണ്ട് നീട്ടണ്ട? അവിടെ യാ ഇട്ടില്ലേ? തറയാ നിട്ടില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇതില്ല അവിടെ? ഐ സുക്കൂനാണ്. ഒന്നുമില്ലെങ്കിൽ എന്താ? സുക്കൂനാണ്. ഫതഹി കസ്റി ലൊമ്മില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? സുക്കൂൻ. ഹർക്കത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ തറയിലൊന്നുമില്ല. പിന്നെ ഒരു അലിഫും വന്നു കണ്ടില്ല നിങ്ങള്? അത് വസിലിന്റെ അംസിയാണ് അല്ലേ? അപ്പൊ ഇതും സുക്കൂനാണ്, ഇതും സുക്കൂനാണ്. 2 സാക്കിനായ അക്ഷരങ്ങൾ ഒന്നിച്ച് വന്നാൽ ആ 2ഉം കൂട്ടിമുട്ടുമ്പോൾ 2നും സീറ്റ് ഉണ്ടാവില്ല. ഒരാടെ ഒഴിവാക്കും നമ്മൾ ഉച്ചരിക്കുമ്പോൾ. അപ്പൊ എങ്ങനെ ഓതണം? ഫതറ ഫതറൽ. ഉണ്ടോ? ഫതറ എന്ന് പറയണോ? വേണ്ട. ഫതറൽ വദ്ഖ, ഫതറൽ വദ്ഖ. പിന്നെ യഖ്റുജു മിൻ, ആ നൂനിനെയും എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. മിൻ ഖിലാലിഹി, കാരണം ഖാ എന്ത് പെട്ടതാണ്? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ പെട്ടതാണ്.
ഹി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മദ്ദുസിലത്തി സുഹറ 2 കതിർ നീട്ടാം. പിന്നെ വയുനസ്സിലു മിനസ്സമായി ആടോ മിനസ്സമായി സമ എത്ര നീട്ടണം? 4 to 6 നീട്ടണം. എന്തുകൊണ്ട് നീട്ടണം? ഈ അലിഫ് ഉണ്ടല്ലേ നിങ്ങൾ, ഇതാണ് റൂള്. അലിഫ്, വാവ്, യാ എന്നീ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അംസ വരിക. അലിഫ്, വാവ്, യാ ഇതിലേതെങ്കിലും ഒന്നിന് ശേഷം അംസ വരിക. സമാ എന്നുള്ളിടത്ത് ഈ അലിഫ് കണ്ടില്ലേ, ഈ അലിഫ് അതിൻ്റെ ശേഷം ഈ അംസ വന്ന്, അപ്പം എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൂടാം. ചിലയിടത്ത് നിർബന്ധം ഉണ്ടാവും, ചിലയിടത്ത് നിർബന്ധമില്ല. ഇവിടെ നിർബന്ധമാണ്. കാരണം മദ് മുത്തസിൽ ഒരേ പദത്തിൽ വന്നാൽ നീട്ടൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അപ്പം എങ്ങനെ ഓതണം? വയുനസ്സിലു മിനസ്സമായി. പിന്നെ മിൻ ജിബാലിൻ ആ നൂനിനെ യഫ്ഫാ ചെയ്യുക. ലിൻ എന്നുള്ള ആ കസ്ർ തൻവീനെ വീണ്ടും യഫ്ഫാ ചെയ്യുക. ജിബാലിൻ ഫീഹ, ഫീ 2 ഹ 2. മിൻ ബറദ് ആ നൂനിന് എന്ത് ചെയ്യണം? മിൻ ബറദ്. ഇവിടെ മിൻ എഴുതുമ്പം ഒരു സാക്കിനായ നൂനില്ലേ, പിന്നെ ബാഗല്ലേ വരുന്നത് ബറദ് പറയുമ്പം. അപ്പം സാക്കിനായ നൂനിൻ്റെ ശേഷം ബ എന്ന അക്ഷരം വരുമ്പോൾ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. എന്താ ഇഖ്ലാബ് പറയണത്? ഇൻ എന്ന നൂനിൻ്റെ ശബ്ദത്തെ എന്ന മീമിൻ്റെ ശബ്ദാക്കി മറിക്കുക. അപ്പം എങ്ങനെ ഓതണം? മിംബറദിൻ, മിന്നല്ല മിംബറദിൻ. പിന്നെ ബറദിൻ എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇഫ വീണ്ടും ചെയ്യാം. ബറദിൻ ഫ. പിന്നെ ഫയുസീബു ബിഹി മൻ യശാഉ. കണ്ടോ, നമ്മൾ നേരത്തെ സമാ പറഞ്ഞേക്ക് യശാഉ 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കോളാം. മിനിമം 4 ഉണ്ടായിക്കോട്ടെ. പിന്നെ 5 പറഞ്ഞ പോലെയും കാണാം കേട്ടോ. 4, 5 വരെ പറഞ്ഞ പോലെ കാണാം, 6 പറഞ്ഞ പോലെയും രണ്ടും തജ്വീദിലുണ്ട്. പിന്നെ വയസ്രിഫുഹു അമ്മൻ, അവിടെ അൻ മന്ന, അവിടെ എങ്ങനെ ഓതണം? അമ്മൈ. പിന്നെ രണ്ടാമത്തെ ഇതില്ലേ നൂനിന് എന്ത് ചെയ്യണം? യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? അമ്മൈ യശാഉ. യശാ നേരത്തെ പറഞ്ഞതുപോലെ 4 കതിർ നീട്ടണം. പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. പിന്നെ യക്കാദു സന ബർഖിഹി, അവിടെയൊക്കെ 2 കതിർ നീട്ടിയാൽ മതി. സന ബർക്കിഹി. പിന്നെ യദ്ഹബു ബിൽ അബ്സാർ, അവിടെ അബ്സാർ എത്ര നീട്ടണം? സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട്, ബ്രേക്ക് പിടിക്കണോണ്ട് എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി വെച്ചിരിക്കണം. ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓദിക്കാൻ. അഊദു ബില്ലാ. ഓക്കെ. ആർക്കെങ്കിലും പുതിയ വന്നവർക്ക് ആർക്കെങ്കിലും തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞതിലോ? എവിടെ? നൂനിൻ്റെ ശേഷം മീമ് വന്നാൽ എന്താ നിയമം? മണിക്കണം. പിന്നെ ഇദ്ഗാം ചെയ്യണം, മണിക്കണം. നൂനില്ലേ, എന്ന് പറഞ്ഞു കൊടുത്ത നൂനില്ലേ, പിന്നെ പ്ലസ് അതിൻ്റെ ശേഷം വരുന്നത് മീമല്ലേ. മീമൻ എന്തിൽ പെട്ടതാണ്? എർമലൂന, ഇദ്ഗാമിൻ്റെ അക്ഷരാണ്. മനസ്സിലായില്ലേ? എർ മ ലൂന, ഈ മീമ് ഇദ്ഗാമിൻ്റെ അക്ഷരാണ്. അപ്പം സാക്കിന് ആ നൂനിന് ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം? ആ നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം, ഉന്നത്ത് വേണം. അപ്പം അമ്മൻ, അം എന്ന് പറയണം. അമ്മയതസ, അവിടെ എന്താ നമ്മൾ ചെയ്യണത്? അൻ പ്ലസ് ആണ് ഇത്, അമ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ മീമ് ഇദ്ഗാമിൻ്റെ അക്ഷരത്തിൽ പെട്ടതാണ്. അപ്പം മണിക്കും വേണം, ഉന്നത്തും വേണം. ക്ലിയർ ആയോ നൗഫലേ? അല്ലേ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കിട്ടണേ പിന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മുള്ളും കെട്ടുണ്ടെങ്കിൽ. വേറെ അൻ പ്ലസ് മ എന്നാണ് അമ്മ. അത് മനസ്സിലാക്കിയില്ലല്ലേ? അമ്മ എന്നിങ്ങനെയല്ലേ ഇതാ, തായോട്ട് അലിഫ് ഇതിട്ടിട്ടാ ഇതാ. അത് മീനിങ് അതിൻ്റെ എന്താ? അൻ പ്ലസ് മാ എന്നാ. അൻ പ്ലസ് മാ, യാതൊന്നിനെ പറ്റി ആ പിന്നെ മൗസൂലാൻ്റെ മയാണത്. അൻ പ്ലസ് മയാണത് എന്തായത്? അമ്മ ആയത്. നമുക്ക് അത് പഠിക്കുമ്പോൾ ഒന്നുകൂടിയും പഠിക്കാം ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോളി. എന്നാ അർത്ഥം പറഞ്ഞോളി. തജ്വീദ് പോവാണേ. അലം തറ പറഞ്ഞോളൂ. അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ, അല്ലെങ്കിൽ താങ്കൾ കണ്ടില്ലയോ? എന്ത്? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യുസ്ജി മന്ദം തെളിച്ചു കൊണ്ടുപോകുന്നു. പല രൂപത്തിൽ തെളിക്കലുണ്ട്. സാവധാനം തെളിച്ചു കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയാ? യുസ്ജി എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറയണേ? സഹാബൻ, മേഘത്തെ. അപ്പം മേഘങ്ങളെ എന്നാണ്. എന്തുകൊണ്ടാണ് മേഘങ്ങളെ എന്ന് പറയുന്നത്? അത് പിന്നെ ബഹുവചനാണോ? അല്ലേ? ആണ്. സഹാബത്ത് എന്നാണ് എന്ത് പറയാ? ഏകവചനം. അതിൻ്റെ ബഹുവചനായിട്ടാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? സഹാബ് എന്ന് ഉപയോഗിക്കണമെന്നാ. സഹാബ് ഏകവചനമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുസ്ജി, സാവധാനം മെല്ലെ മന്ദം തെളിച്ചു കൊണ്ടുപോകുന്നു, ചലിപ്പിക്കുന്നു. എന്തിനെ? സഹാബൻ, മേഘങ്ങളെ. സുമ്മ, പിന്നെ എന്തിനാ സുമ്മ പറയണത്? സുമ്മയും ഫാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ലെങ്കിൽ വാവും തമ്മിലുള്ള വ്യത്യാസം? സുമ്മ എന്താ നിങ്ങൾ മനസ്സിലാക്കിനോ? ഒക്കെ അത്ഫിൻ്റെ അക്ഷരാണ്. വാവും ഫാവും സുമ്മയും. വാവും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങളെ തെളിച്ചു കൊണ്ടുവന്നു. പിന്നെ പറയണ എന്താ? സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ പറയുമ്പോൾ എന്ത് കൊടുത്താൽ മതി? മലയാളത്തിൽ വാവ് കൊടുത്താൽ മതി. അല്ല വാവല്ല ഉപയോഗിച്ച് അല്ലേ? സുനീറും ഷാക്കിറും മുഹമ്മദും എന്ന് പറയുമ്പോൾ എന്ത് കൊടുത്താൽ മതി? വാ. ഇംഗ്ലീഷിലാവും വേണ്ട, അവസാനം കൊണ്ടുപോയിട്ട് ഒരു ആൻഡ്രോയിഡ് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ വാ ആണം. ആ അർത്ഥമാണല്ലോ മലയാള ഭാഷയിൽ നമ്മൾ വിവർത്തനം ചെയ്തപ്പോൾ സുമ്മ അതും ചെയ്യുന്നു. എന്താ? മേഘങ്ങൾ മന്ദം തെളിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ അതിൻ്റെ ആ മേഘത്തെ അല്ലാഹു തആല സംയോജിപ്പിക്കുകയും ചെയ്യുന്നു, കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്ത് എന്ന അർത്ഥത്തിനാണ് സുമ്മ ഉപയോഗിക്കുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം, എന്തിനാണ് അല്ലാഹു സുമ്മ ഉപയോഗിച്ചത്? അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ടൈമുണ്ട്. ഒരു ടൈമിലുള്ള കാര്യത്തിനാണ് എന്തുപയോഗിക്കുക? സുമ്മ ഉപയോഗിക്കുക. അപ്പം കണ്ടങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരവും വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആശയവ്യത്യാസം ഉണ്ടാവും. ഈ കാരണം ഞാൻ അതങ്ങനെ പറയാൻ, ഇന്ന് ശാസ്ത്രലോകം ആ സുമ്മ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ യുഅല്ലിഫു ബൈനഹു, അല്ലഫ എന്ന് പറഞ്ഞാൽ എന്താ? ഇണക്കുക. അല്ലാഹു തആല ആ മേഘങ്ങൾക്കിടയിൽ കൂട്ടിയോജിപ്പിക്കുന്നു, സംയോജിപ്പിക്കുന്നു. ഇണക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാക്കുക. പിന്നെ സുമ്മ, പിന്നീട് യജ്അലുഹു, ആ മേഘത്തെ അല്ലാഹു എന്താക്കണ്ടേ? റുക്കാമ, അങ്ങനെ തന്നെയല്ലേ? റുക്കാമ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായി വെക്കുക, അട്ടിയായി വെക്കപ്പെട്ടത് എന്നാ റുക്കാമ. അപ്പം ആ മേഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആക്കി വെച്ചതായി, പിന്നെ കട്ടി രൂപത്തിൽ അട്ടിയായി വെച്ചതാ ആ രൂപത്തിൽ അവസ്ഥയിൽ ആക്കുന്നു. മലയാളത്തിൽ അതിനെന്താ വിവർത്തനം ചെയ്തത്? അട്ടിയാക്കി കട്ട പിടിച്ചത് എന്നാ. അട്ടിയെ വെച്ചിട്ടിങ്ങനെ കട്ട പിടിക്കാൻ ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാക്കുന്നു. വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഫ അപ്പോ തറ നിനക്ക് കാണാം അൽ വദ്ഖ. വദ്ഖ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി. മഴ എന്നല്ല, വിവർത്തനം ചെയ്തപ്പം മഴ എന്നേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? നമ്മളെ വിവർത്തന പുസ്തകം പിന്നെ തഫ്സീറുകളിലൊക്കെ എന്തേ കൊടുത്തിട്ടുള്ളൂ? മഴ എന്നാ. മഴ കൊണ്ട് ഉദ്ദേശിക്കണ എന്താ? മഴത്തുള്ളിയാണ്. മഴ എന്നുള്ളതിന് വേറെ പദം എന്താ ഉള്ളത്? മത്തർ അല്ലേ? വേറെയും കുറെ വാസിബ്, ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ? വാബിൽ, ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങളുണ്ട്. പക്ഷെ അള്ളാഹ് ഇവിടെ ഉപയോഗിച്ചത് വദ്ക്ക്. അതിനൊരു സൂത്രമുണ്ട്, പറഞ്ഞുതരാം. പിന്നെ യഖ്റുജു, അത് പുറത്തു വരുന്നു. ഏത്? ആ മഴത്തുള്ളി പുറത്തു വരുന്നു. മിൻ ഖിലാലിഹി, ആ മേഘത്തിന്റെ ഇടയിലൂടെ പുറത്തു വരുന്നു. വയുനസ്സിലു മിനസ്സമായി, ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു തആല ചൊരിയുന്നു, ഇറക്കുന്നു. എന്ത്? മിൻ ജിബാലിൻ, പർവ്വതങ്ങളെപ്പോലുള്ള മേഘങ്ങളിൽ നിന്ന്. ഫീഹ മിൻ ബറദിൻ, ആ മേഘങ്ങളിൽ നിന്ന് ബറദ് ഇറക്കുന്നു എന്നാ. എന്താ ഈ ബറദ്? ബറദിനെന്താ നമ്മൾ പറയാം? ആലിപ്പഴം, ഐസ് കട്ട എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. പിന്നെ ഫയുസീബു ബിഹി മൻ യശാഉ, ആ ആലിപ്പഴം പോലുള്ള അല്ലെങ്കിൽ ഐസ് മഴ അതുപോലുള്ളത് അല്ലാഹു തആല അതുകൊണ്ട് ആപത്ത് വരുത്തുന്നു. യുസീബു പറഞ്ഞാൽ അതുകൊണ്ട് മുസീബത്തുണ്ടാക്കുന്നു അല്ലെങ്കിൽ ബാധിപ്പിക്കുന്നു എന്നാണ് പദത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപത്ത് വരുത്തുന്ന രൂപത്തിലുള്ള ഇതിനാണ് എന്താ പറയാ? യുസീബു ബിഹി മൻ യശാ. പിന്നെ വയസ്രിഫുഹു അമ്മൻ യശാ, അമ്മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്ന് അതിന് തിരിച്ചു കളയുകയും ചെയ്യുന്നു. യകാദു സനാ ബർക്കിഹി, അതിൻ്റെ മിന്നൽ വെളിച്ചം. സന എന്ന് പറഞ്ഞാൽ എന്താ? സന വെളിച്ചം, ആ തിളക്കല്ലേ? ഇടിയൊക്കെ മിന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിളക്കല്ലേ? അതിനാണ് പറയുന്നത് സന. ബർക്ക് പറഞ്ഞാൽ മിന്നൽ. അപ്പം മിന്നൽ, അതിൻ്റെ ആ മേഘത്തിൽ നിന്ന് വരുന്ന മിന്നൽ വെളിച്ചം ആകാറാകുന്നു. യദ്ഹബു, പോക്കിക്കളയാറാകുന്നു. എന്തിന്? ബിൽ അബ്സാർ, മനുഷ്യന്റെ കാഴ്ചകളെ പോക്കിക്കളയാറാവും. ആ രൂപത്തിലുള്ള മിന്നൽ വെളിച്ചവും. എന്തൊക്കെയാ പങ്ങൾക്ക് ഇത് മനസ്സിലായത്? എന്താ ഇവിടെ ഇപ്പൊ വിഷയം? എന്താ? മഴ അല്ലേ? പിന്നെ എങ്ങനെയാണ് മഴ വർഷിക്കുന്നത്? നമുക്ക് മഴ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് അത്. ആ മഴ വർഷിക്കാൻ വേണ്ടി അല്ലാഹു തആല മേഘങ്ങളെ എന്താണ് ചെയ്യുന്നത് അല്ലേ? എന്തിനാപ്പോ പ്രകൃതിയിലെ ഈ പ്രതിഭാസങ്ങളെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവന്നത്? നമ്മളെ വിഷയപ്പം എന്താ? നമ്മളെ മർമ്മപ്പം എന്താ? അള്ളണ്ടോ അല്ലേ? ഒന്നത്. പരലോകമുണ്ടോ അല്ലേ? ശാസ്ത്രം പഠിക്കാനല്ല, അതിനാണോ? ശാസ്ത്രീയമായ ഒരുപാട് പ്രതിഭാസങ്ങളെപ്പറ്റി, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ എവിടൊക്കെ പറഞ്ഞണോ അവിടേക്കൊക്കെ നമ്മൾ പോവേണ്ടത് എപ്പോഴും എന്തിനാ? ഖുർആൻ നമ്മെ കൊണ്ടുപോകുന്നത് എന്തിനാ? അള്ളാഹു ഉണ്ട്. നോക്കിങ്ങള്, അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ്ക്കറിയാം ഇന്നുള്ള എന്ത് ചീപ്പിറ്റി എന്ന് പറയല്? അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ അത് എനിക്കറിയില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ അള്ളല്ല എന്ന് പറയുന്ന പാട്ട് ഇങ്ങനെ ഓരോ കൂനിന് കൂനായി ഇങ്ങനെ വളർന്നു വരാന്ന് അല്ലേ? ദൈവല്ല. അപ്പൊ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയും. പരലോകല്ല, പരലോകമുണ്ട് എന്ന് മനുഷ്യന്റെ ബുദ്ധി തന്നെ അവിടേക്ക് എത്തിക്കുന്ന തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക്
അതുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക? എപ്പോഴും മനുഷ്യൻ അന്ധവിശ്വാസത്തിലേക്ക് എത്തുക എങ്ങനെ എത്തുക? മഴ വർഷിക്കുന്നത് സൂര്യനാണ്, സൂര്യന്റെ കാരണമാണ്, അതുകൊണ്ട് ആ സൂര്യനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനസ്സിലാണ്ടോ? അപ്പം ആ മഴ നമുക്ക് ആപത്ത് വരുത്തുന്നത് ആ സൂര്യൻ കോപ്പിക്കുകയാണ്, ആ ദൈവം കോപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിനെന്ത് കൊടുക്കണം? പിന്നെ അതിന് കുർബാൻ സമർപ്പിക്കണം എന്ന വിശ്വാസം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു, പിന്നെ ആളുകൾക്ക് വിജ്ഞാനമൊക്കെ കൂടി, എങ്ങനെയാണ് മഴയുടെ ഉറവിടം, എങ്ങനെയാണ് മഴ വർഷിക്കുന്നത്, എങ്ങനെയാണ് മഴ എന്ന ആ ചാക്രികത അതിങ്ങനെ ഉണ്ടാകണേ, എങ്ങനെ മഴ ഉണ്ടാവണേ ആലോചിച്ച് നോക്കണം. എന്താ മഴ എന്നറിയണത്? നിങ്ങളെ ഭാഷയിൽ എന്ന് പറഞ്ഞാണ് എന്താ മഴ? വെള്ളം. ഭൂമിയിലെ പിന്നെ 71% എന്താണ്? വെള്ളം, അല്ലേ? നോക്കിക്കോട്ടോ, 71% വെള്ളാണ്, അല്ലേ? ബാക്കിയുള്ള എന്ത്? കര. ആ 71%-ലെ 65% സമുദ്രത്തിലെ വെള്ളമാണ്, അല്ലേ? സമുദ്രത്തിലെ വെള്ളമാണ്. ബാക്കി വരുന്ന ഈ 6%-ന്റെ ഈ 6-ല്ലേ, അതിനെ 100 അതിൻ്റെ 65% എന്താണ്? പിന്നെ ഐസ് കട്ടകളും, പിന്നെ കുറെ ഇതിലൊക്കെ നിൽക്കുന്ന ഇതില്ലേ, ഈ പിന്നെ ചില ധ്രുവങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഐസ് കട്ട പോലുള്ള സാധനമില്ലേ, അത്തരം താണ്. ബാക്കി വരുന്ന 35% നമ്മൾ ഈ ശുദ്ധ വെള്ളമായി ഞാനുങ്ങളും ഇവിടുത്തെ മൃഗങ്ങളും ഇവിടുത്തെ ജന്തുലതാദികളൊക്കെ കുടിക്കണത്. അപ്പം ഒരു എന്തിനാ പടച്ചോൻ ഈ ഭൂമിയിലെ 71% വെള്ളാക്കി വെച്ചത്? അങ്ങനെ ഒരു ഇതില്ലെങ്കിലോ എന്തായിരിക്കും? ഞാനുങ്ങളും വെള്ളം കുടിക്കൂല. ആലോചിച്ച് നോക്കുങ്ങള്. ഈ സൂര്യന്റെ ചൂടേറ്റ് വെള്ളം, സമുദ്രത്തിലെ വെള്ളം, ജലാശയത്തിലെ വെള്ളം നീരാവിയായി എങ്ങോട്ട് പൊങ്ങുന്നുണ്ട്? മുകളിലേക്ക് പൊങ്ങുന്നു. ഇനി ആ മുകളിലേക്ക് പൊങ്ങുമ്പോ എന്താണ് ആ പൊങ്ങണത്? എന്താ പൊങ്ങണത്? വെള്ളം മാത്രമല്ല, വായുവിലെ ദർറാത്ത് എന്ന് പറയും, ചെറിയ ചെറിയ കണികൾ ഉണ്ടാവും. നമ്മളിങ്ങനെ വെടിപ്പോതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറക്കണ ഒരു സാധനമില്ലേ, വായിൽ ഇങ്ങനെ കറങ്ങുന്ന സാധനമില്ലേ, അത് കാറ്റ് അതിനെ കൊണ്ടുപോയിട്ട് ഉയർത്തും, അല്ലേ? അതോടൊപ്പം സമുദ്രനിരപ്പിലടിക്കുന്ന കാറ്റ്, ആ കാറ്റ് ഈ പിന്നെ ഇതിനൊക്കെ അങ്ങോട്ട് മേലോട്ട് ഉയർത്തുമ്പോൾ മേലോട്ട് പോകും തോറും എന്താ ഉണ്ടാവുക? ചൂടോ തണുപ്പോ? തണുപ്പ്. മേലോട്ട് പോകും തോറും ഓരോ 5-6 കിലോമീറ്റർ കൂടും തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരും. അടുത്ത 5-6 വരുമ്പോൾ കൂടുതൽ കൂടും. പിന്നെ അങ്ങോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? പെരും തണുപ്പാവും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ഈ പിന്നെ സമുദ്രത്തിലെ ജലാംശം അവിടെ ഇങ്ങോട്ട് കാറ്റടിക്കുമ്പോൾ ആ നീരാവി മാത്രമല്ല, അതിനോട് ആ ബാഷ്പീകരണം മാത്രമല്ല, മറിച്ച് എന്ത് ചെയ്യേണ്ട? ഒരുപാട് വസ്തുക്കൾ, ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, പിന്നെ വേറെ കുറെ ഈ ദർറാത്ത് എന്ന് പറയുന്ന കണികകൾ ഉണ്ടാവും. ഇതൊക്കെ പാടെ തണുപ്പ് പ്രദേശത്തെത്തുമ്പോൾ ഒന്നിച്ച് 0.16 ശാസ്ത്രലോകം പറയുന്നതാ, 0.01 മുതൽ 0.05-06 ഒന്നും എനിക്കറിയില്ല, അത്ര മില്ലി-ലിറ്റർ കണികയായിട്ട് ഇങ്ങനെ അത് നിൽക്കുന്ന, മില്ലിമീറ്റർ കേട്ടോ, മില്ലിമീറ്റർ. എന്താ അപ്പം ഒരു വസ്തുവിനെ 0.1 ആക്കുമ്പോൾ എന്താ? അത് താഴോട്ട് വരൂല, അവിടെ ഇങ്ങനെ വായുവിൽ നിൽക്കും അത്, അല്ലേ? എന്നാ മഴ വർഷിക്കുന്ന വെള്ളം ആ തുള്ളി എത്ര ഉണ്ടാവും? 5-6 എന്നാ പറയുന്നത്, 5-6, അല്ലേ? 5-6. അപ്പോൾ ഈ കാറ്റ്
ഈ പിന്നെ ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഇത് ചെറിയ ചെറിയ നമ്മളെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ചെറിയ വസ്തുവായി മാറും. അത് പിന്നെ ഇല്ല ആ അന്തരീക്ഷത്തിലുള്ള ജലാംശമൊക്കെ പിടിച്ച് വലിച്ചെടുത്തിട്ട് അത് ചെറിയ കട്ടാവും. അങ്ങനെ 0.5 ആവും. ഇതിനെ അള്ളാഹുത്താല മെല്ലെ മെല്ലെ, അവിടെയാണ് യുസ് ജി എന്ന പദപ്രയോഗത്തിന്റെ പ്രത്യേകത. യുസ് ജി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കുമിളകളില്ലേ, അവിടെയും ഇവിടേക്കുള്ള ആ കുമിളകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ സ്ഥലത്തേക്ക് ഇങ്ങോട്ടാക്കും. അതാണ് യുസ് ജി എന്ന് പറയുന്നത്. ആ കുമിളകൾ ഒന്നാക്കും. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഒന്ന് ഓതിയാണ്. യുസ് ജി സഹാബൻ. ഈ ഇതില്ലേ, നമ്മൾ കുമിളന്ന് ഞാൻ പറയാട്ടോ, അതിന് ശാസ്ത്രീയമായൊരു പേരുണ്ട്. ഇതിനൊക്കെ പാടെ അള്ളാഹു തആല പിന്നെന്താക്കും? ഒരൊറ്റ പിന്നെ ഒരു കട്ടയാക്കും. അതാണ് റുക്കാമ്. ഈ റുക്കാമ് നമുക്ക് കാണാൻ പറ്റിയപ്പോഴാ? നമ്മൾ വിമാനത്തിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. രണ്ടും വ്യത്യാസമുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ താഴോട്ട് നോക്കിയെങ്കിൽ എന്താ കാണല്? നിങ്ങൾ കാണല്ലേ? മലകളെ പോലെ ഇങ്ങനെ നിൽക്കണാണ് അല്ലേ? അവിടെ ഒരു മലയും ഇവിടെ ഒരു മലയും, ഇവിടെ ഒരു വെള്ളമല, അവിടെ എന്താ മറ്റൊരു വെള്ളമല. അല്ലാഹു തആല ഈ മേഘങ്ങളെ ഒന്നിന് മുകളിൽ ഒന്നായി ഇങ്ങനെ കട്ടികൂട്ടുകയാണ് അല്ലേ? അങ്ങനെ കട്ടികൂട്ടി പിന്നെ അതിൽ നിന്ന് വായുവിൻ്റെ അംശം ഇങ്ങനെ പോകുമ്പോഴാണ് ആ വെള്ളം അതിൻ്റെ പിന്നെ ഇടയിലൂടെ ഇങ്ങനെ ഉറ്റി വീണ്. ആലോചിച്ച് നോക്കുങ്ങളെ, ഈ ഒരു സംവിധാനം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഭൂമിയിലെ അവസ്ഥ? ഒരു മോട്ടർ കൊണ്ട് നിങ്ങൾക്ക് എത്ര സ്ഥലം വെള്ളമടിക്കാൻ പറ്റും? ഒരു മോട്ടർ, ഇവിടുത്തെ ആധുനിക മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മോട്ടർ, വില പിടിച്ചൊരു മോട്ടർ, എത്ര സ്ഥലത്തേക്ക് നിങ്ങൾ വെള്ളം എത്തിക്കാൻ പറ്റും? എവിടെത്തിക്കാൻ പറ്റും? എത്ര ഏക്കർ എത്തിക്കാൻ പറ്റും? ഓക്കെ, ഇനി 1000 എണ്ണം ഉപയോഗിച്ചാൽ എത്ര എത്തിക്കാൻ പറ്റും? ഭൂമി ഒഴുക്കെ എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ സംവിധാനം നോക്കൂ നിങ്ങൾ അല്ലേ? ഭൂമി മുഴുക്കെ ജലസേചനം നടത്തുന്ന ഒരു പ്രതിഭാസമാണ് മഴ എന്ന് പറയുന്നത്. മഹാത്ഭുതമല്ലേ? മഹാത്ഭുതമാണ്. പിന്നെ അതുകൊണ്ട് ഉപയോഗം കിട്ടുന്ന മനുഷ്യർക്ക് മാത്രമാണോ? അല്ല, ഇവിടെയുള്ള എല്ലാ സസ്യലതാദികൾക്കും ജന്തുക്കൾക്കും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ പിന്നെ ഉപയോഗം ലഭിക്കുകയാണ്. അപ്പോൾ 3 ഘട്ടങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മേഘം എന്ന് യുസ് ജി സഹാബ് എന്ന് പറഞ്ഞില്ലേ, അതിന് ആദ്യത്തെ ഘട്ടം അല്ലാഹു തആല സമുദ്രനിരപ്പിലുള്ള ഈ വായുവിനെങ്ങനെ പിന്നെ കാറ്റടിച്ചിട്ട് അതിനെങ്ങനെ പൊക്കിക്കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടുപോകുമ്പോൾ ചില സ്ഥലത്ത് മല ഉണ്ടാവും. ഈ മഴ വർഷിക്കാൻ ഒരു കാരണം. എങ്ങനെ മഴ വർഷിക്കാൻ മല കാരണമാവുന്നത്? കാറ്റിങ്ങനെ അടിച്ചു പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചുമരുണ്ടെങ്കിൽ ആ കാറ്റ് ഇങ്ങോട്ട് തന്നെ വരിക? എങ്ങോട്ടാ പോവുക? നിങ്ങളുടെ അഭിപ്രായം? മുകളോട്ട് പോകും. ഇവിടുന്ന് കാറ്റ് ഇങ്ങനെ പോകണം, ഇവിടെ തടസ്സമുണ്ടെങ്കിൽ ഒന്നുകൂടി മുകളോട്ട് പോകും. ഒന്നുകൂടി മുകളോട്ട് പോകുമ്പോൾ എന്തായി? അത് തണുത്ത് പിന്നെ ഐസാവാൻ അല്ലെങ്കിൽ കാർമേഘമാകി മാറാൻ ഒന്നുകൂടി എളുപ്പമാവും അല്ലേ? അവിടെയാണ് റുക്കാമ് എന്ന ആ പദപ്രയോഗത്തിൻ്റെ ആശയം കിടക്കുന്നത്. ഇനിയോ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഈ കാറ്റിൻ്റെ പ്രവർത്തന, രണ്ടാമത്തെ മേഘരൂപീകരണമാണ്. പിന്നെ മൂന്നാമത്തെ ഘട്ടമാണ് ഇത്, ആ മേഘം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ രൂപീകരിച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ മഴ വർഷിക്കണ ഒരിത്. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആദ്യം ഉണ്ടാവുന്ന ആ ചെറിയ കുമിളകൾ, ആ കുമിളകളെ അല്ലാഹു തആല യുസ് ജി സഹാബൻ അതിനിങ്ങനെ തെളിച്ചു കൊണ്ടുപോയിട്ട് ഒരു മേഘം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് റുക്കാമ് എന്ന അവസ്ഥയിൽ ആക്കണത്. ഇനി ലോകത്ത് ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാണ്? ഏതാ? ഫിൽറ്റർ ചെയ്ത വെള്ളമാണോ മഴവെള്ളമാണോ? ശാസ്ത്രലോകം പറയണ ഏതാ? ഫിൽറ്റർ അല്ല, മഴവെള്ളമാണ്. മഴവെള്ളമാണ്. എന്തുകൊണ്ട് മഴവെള്ളത്തെ ശുദ്ധവെള്ളം, എന്തായാലും ഇംഗ്ലീഷിൽ പറയില്ല നിങ്ങൾ, പിന്നെ എന്താണ് അതൊന്നല്ല, ഡിസ്റ്റൈൽഡ് വാട്ടറോ എന്തോ അങ്ങനെ തോന്നുന്നുണ്ട്, നാച്ചുറൽ അല്ല, അതിനൊരു സാങ്കേതിക പ്രയോഗമുണ്ട്. അത് ചില ഇതിമലൊക്കെ കാണാം.
ഈ ഇതിൽ നിന്നൊക്കെ എടുക്കണ ഈ മലകൾക്കിടയിൽ പാറകളിൽ നിന്നൊക്കെ എടുക്കണ വെള്ളത്തിന് എന്തോ ഒരു പേരുണ്ട്. മിനറൽ അല്ലാതെ തന്നെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. മിനറൽ നമ്മൾ വെക്കണതാ. അപ്പോൾ അത്തരം ശുദ്ധമായ വെള്ളമാണ് ഏത്? അതിന് അറബി പറയാം അദ്ബ് എന്നാ. അദ്ബ് മിയാ അദ്ബ് എന്നൊക്കെ കാണാം. എന്താ ഈ അദ്ബ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളമാണ്, തഹൂറായ വെള്ളം. എന്താ ഈ തഹൂർ എന്ന് പറഞ്ഞാൽ വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ 48-ാമത്തെ വചനത്തിന്റെ ആ ഭാഗത്ത് വിവരിക്കണ കാണാം. എന്താ മാഅൻ തഹൂറ എന്ന് പറയുന്നത്? മാഅൻ തഹൂറ എന്ന് പറഞ്ഞാൽ ആ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, പിന്നെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മഴവെള്ളം എങ്ങനെയാ നമ്മളെ ശുദ്ധീകരിക്കണത്? മഴവെള്ളം എങ്ങനെയാ നമ്മളെ ശുദ്ധീകരിക്കണത്? സയൻസ് പഠിച്ചല്ലോ ആരുമില്ല. ശബലെ, എങ്ങനെ ശുദ്ധീകരിക്കണം നമ്മളെ? എങ്ങനെ? മഴവെള്ളം ഉണ്ടാവുമ്പോൾ അതിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ പൊടിപടലങ്ങളുണ്ടോ, അഴുക്കുകളുണ്ടോ, സോപ്പേക്കാതെ തന്നെ മഴവെള്ളത്തിലൂടെ പോകും അല്ലേ? എല്ലാ അഴുക്കുകളും വൃത്തിയാവും. അപ്പൊ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റുന്ന മറ്റൊരു വെള്ളം ഇല്ലാന്നാ. ഇനി അതേ വെള്ളം ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മറ്റ് ധാതുക്കളും ലവണങ്ങളുമായി അത് കൂടിച്ചേരുമ്പോൾ അതിനെന്താ ഉണ്ടാവുക? വ്യത്യാസപ്പെടും, ചെറിയ വ്യത്യാസപ്പെടും. ആ മഴവെള്ളം ഇതിൽ നിന്ന് കിട്ടണേക്കല്ല, നമ്മൾ നേരിട്ട് പതിക്കണേക്കല്ല, പിന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുമ്പോൾ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് നമുക്ക് രുചിയായി തോന്നുക. മഴവെള്ളം കുടിച്ചാൽ എന്തെങ്കിലും രുചി ഉണ്ടാവുമോ? ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങൾ, മഴവെള്ളം എന്തിലെങ്കിലും ഒന്ന് തട്ടാതെ ഇങ്ങനെ കുടിച്ചാൽ രുചി ഉണ്ടാവില്ല. അത് ഭൂമിയിൽ വരുമ്പോൾ ധാതുക്കളും ലവണങ്ങളുമായി കൂടിച്ചേരുമ്പോഴാണ് ഓരോ രുചി തന്നെ. കുവൈത്തിലെ വെള്ളത്തിന്റെ രുചി കേരളത്തിലെ വെള്ളത്തിന്റെ രുചി ആണോ? അല്ല. നിലമ്പൂരിലെ രുചി നിലമ്പൂരുകാരില്ല ഇവിടെ? ആ വെള്ളത്തിന്റെ രുചി വേറെ എവിടെയും കിട്ടുമോ? കിട്ടൂല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി അല്ലേ? വയനാട്ടിലെ വെള്ളത്തിന്റെ രുചി നമ്മൾ അരീക്കോട് കിട്ടുമോ? കിട്ടൂല. എന്താ വ്യത്യാസം? അത് ഈ ഭൂമിയിലെ ധാതു ലവണങ്ങളുമായി കൂടിച്ചേരുമ്പോൾ വരുന്ന ആ വ്യത്യാസമാണ്. ഇരുമ്പയിര്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഫോസ്ഫറസ്, അത് ഇതൊക്കെ ചേരുമ്പോഴാണ് ആ വെള്ളത്തിന് ആ രുചി കിട്ടുന്നത് അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്, മഹാ അത്ഭുതമല്ലേ ഇത്? മഹാ അത്ഭുതമാണ്. പിന്നെ ഈ മഴവെള്ളം ഒരു ജീർണിച്ച പ്രദേശത്തേക്ക്, ഉണങ്ങി വരണ്ട പ്രദേശത്തേക്ക് ഇങ്ങോട്ട് ഒരു മഴവെള്ളം ഇങ്ങോട്ട് വീണാൽ എന്താ ഉണ്ടാവുക? അവിടെയുള്ള സസ്യലതാദികളും ജന്തുക്കളും ഒക്കെ ഇങ്ങോട്ട് വളർന്ന് തടിച്ചിട്ട് വരും. ഒരു വളവും നിങ്ങൾ കൊടുക്കണ്ട, എന്തേ കാരണം? വളം കൊടുക്കാതെ, സാധാരണ ഇപ്പം നമ്മൾ പിന്നെ അതും ഇതൊക്കെ കൊണ്ടുപോയിട്ട് വളവും കൂടി ഇടും. ആ വളം കൊടുക്കാതെ തന്നെ വലിയ വലിയ വനങ്ങളിലൊക്കെ നിങ്ങൾ ആ മരം വളരുന്ന നിങ്ങൾ വളം കൊണ്ടുപോയിട്ടിട്ടാ ആണോ മോനെ? എന്താ എൻ്റെ മലൻ്റെ പേര്? എന്തെങ്കിലും ഒന്ന് പറയേ, ഉറക്കം വരാട്ടെ. ടി കെ കോളനിയിലെ പിന്നെ മരങ്ങളൊക്കെ വളരുന്ന നിങ്ങൾ കൊണ്ടുപോയിട്ടിട്ടാ, വളം കൊണ്ടുപോയിട്ടിട്ടാ? വെറും മഴയാണ്, വെറും മഴ. അപ്പൊ ഈ മഴ എന്തുണ്ട്? ആ മഴവെള്ളത്തിൽ ഈ ജന്തുജാലങ്ങൾക്കും മനുഷ്യർക്കും ഭൂമിയിലെ എല്ലാ സസ്യലതാദികൾക്കും വളരാനുള്ള വളം അതിലുണ്ട് ആ മഴവെള്ളത്തിൽ. എവിടുന്ന ആ മഴ ഇത് വരുന്നത്? അവിടെ ശാസ്ത്രലോകം പറയുന്നത് നമ്മളെ കടലിലെ വെള്ളമല്ലേ, ആ കടൽ വെള്ളത്തിന്റെ എന്തോ ഒരു നാമുണ്ട് കേട്ടോ അതിന്റെ ഉപരിതലല്ലേ, അതിന്റെ ഉപരിതലത്തിലെ വെള്ളപ്പവടങ്ങനാണെങ്കിൽ ഒത്തിരി സ്പേസ് ഉണ്ടാവില്ലേ? ആ സ്പേസിൽ പിന്നെ ഒരുപാട് ഫോസ്ഫറസ് വളത്തിലടങ്ങിയ ഒരുപാട് സാധനമില്ലേ, ഈ ആൽഗാന്നോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ജന്തുക്കളുണ്ട്. അതേപോലെ അവിടെ പറ്റി പിടിച്ച് വളർന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളൊക്കെ പാടെ കാറ്റ് പറത്തിക്കൊണ്ടുപോയി ഈ പിന്നെ മേഘത്തോടു കൂടി കൂട്ടിയോജിപ്പിക്കുന്ന അങ്ങനെയുള്ള ആ വെള്ളം താഴോട്ട് വരുമ്പോൾ ആ സസ്യലതാദികൾക്കൊക്കെ അത് വളമായി മാറുന്നു. ആലോചിക്കുക റബ്ബ് എന്തിനാപ്പം ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടേ നിങ്ങളോട്? എന്തിനാ പറയണ്ടേ? റഹ്മാനായ റബ്ബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മേഘത്തെ പറ്റിയോ ഒരു മഴവെള്ളത്തെ പറ്റിയോ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ആയിട്ട് നാവോട്ട് പറഞ്ഞതല്ല. എന്താ, മരുഭൂമി താമസിക്കണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശാസ്ത്രജ്ഞനായിരുന്നോ? അല്ല. എഴുതാനും വായിക്കാനും അറിയാത്ത, കടൽ പോലും കാണാത്ത മുഹമ്മദ് നബി ആണ് ഈ മഹാത്ഭുതങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണത്? ശാസ്ത്രലോകത്തെ കിടിലം കൊള്ളിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത്, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത. അത് തന്നെയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പോൾ സൂര്യന് മഴ വർഷിക്കുന്നതിൽ ഒരു പങ്കുണ്ട്, പിന്നെ കാറ്റിന് മഴ വർഷിക്കുന്നതിൽ മറ്റൊരു പങ്കുണ്ട്. ഇനി നോക്കുങ്ങള്, ഉപരിലോകത്ത് ഒരു വസ്തു, നമ്മളിപ്പോൾ മഴ എന്ന് പറയുന്ന ആ കണികകൾ കൂടി മേഘമായി അത് 0.1 പറഞ്ഞില്ലേ, ആ അളവിൽ അത് അവിടെ അങ്ങനെ നിൽക്കും. എന്നാൽ 0.5 6 അങ്ങനെ 10 50 ആയ ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമപ്രകാരം താഴോട്ട് വരണം. മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ ഒരു കിലോ അല്ല സാധനം വെച്ചാൽ അവിടെ ഇങ്ങനെ നിൽക്കുക ഇല്ല, അത് താഴോട്ട് പോകും. മേഘം എന്ന് പറയുന്നത് എത്ര ടണ്ണാണ്? എത്ര ടണ്ണാ? ഒരു മിനിറ്റിൽ തന്നെ എത്ര, ഞാൻ മറന്നുപോയി, ഒരു സെക്കൻഡിൽ തന്നെ എത്രയോ മില്യൺ ടണ്ണുകളാണ് പിന്നെ നീരാവിയായി പോയി മേഘമായി മാറുന്നത് അല്ലേ? അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് വർഷിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച നിയമപ്രകാരം, ഭൂഗുരുത്വാകർഷണ നിയമപ്രകാരം അത്രയും ടണ്ണുകളുള്ള ഒരു സാധനം അവിടെ ഇങ്ങനെ ആരാ താങ്ങി നിർത്തുന്നത്? മഹാത്ഭുതമല്ലേ അത്? അത് താഴോട്ട് വീണ്ടോ? അതെങ്ങാനും താഴോട്ടിങ്ങോട്ട് ആപ്പതിച്ചാൽ ഞാനും നിങ്ങളും ഭൂമിയിലുണ്ടാവുമോ? നമ്മൾ താമസിക്കുന്ന കൊട്ടാരം ഭൂമിയിലുണ്ടാവുമോ? ഞാൻ പണിതുയർത്തിയ എൻ്റെ ആ സുന്ദര ബംഗ്ലാവ് ആ ഭൂമിയിലുണ്ടാവുമോ? എൻ്റെ മക്കൾ അവിടെ ഉണ്ടാവില്ല. ഒരു കല്ല്, ഒരു 1000 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊരു കല്ല്, ഒരു ചെറിയ കല്ല്, ഒരു 100 ഗ്രാമുള്ള കല്ല്, പിന്നെ 1000 കിലോമീറ്റർ അകലത്ത് നിന്ന് 590 സ്പീഡിലാണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു കല്ല് നിങ്ങൾ മോളിൽ നിന്ന് ഇട്ടാൽ 590, ചിലവിൽ 558, എന്തായോട്ടെ അത്രയും ഒരു കിലോമീറ്റർ സ്പീഡിൽ ആ ഒരു കല്ല് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ പതിക്കുന്ന സ്ഥലം മുഴുവൻ എന്താവും? പൊട്ടിപ്പൊളിഞ്ഞ് തകരാറായി മാറുന്ന അല്ലേ? ആ പതിക്കും അത്, അവിടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ആ ജാതി ശക്തിയായിരിക്കും അതിന്. പക്ഷേ ഈ മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല തുള്ളി തുള്ളിയായിട്ടാണ് ഭൂമിയിലേക്ക് വർഷിക്കുന്നത് അല്ലേ? മഴ എങ്ങനെ വർഷിക്കുന്നത്? ഫതറൽ വദ്ഖ. നോക്കി നിങ്ങള്, മഴയല്ല, ആ മഴയുടെ തുള്ളി ആ മേഘത്തിലൂടെ. എന്തിനാ അള്ളാഹു തആല തുള്ളി തുള്ളിയാക്കിയത്? ഇത് ഒന്നിച്ചിട്ട് ചൊരിഞ്ഞൂടേനോ? ചൊരിഞ്ഞാലെന്താ? ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. മഹാത്ഭുതമല്ലേ? ആരാ അത് പറയുന്നത്? മുഹമ്മദ് നബിയാ? ഈ ശാസ്ത്ര സത്യം മുഹമ്മദ് നബി എവിടെ നിന്ന് പറഞ്ഞു? മഹാത്ഭുതമല്ലേ വിശുദ്ധ ഖുർആൻ? ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. ആ അള്ളാഹ് പറഞ്ഞതാണ് ഈ ജീവിതത്തിന് ശേഷം ഒരു പിന്നെ എന്തുണ്ട്? പാരലോക ജീവിതമുണ്ട്. അതിലും കെട്ട് ദൃഢമായി വിശ്വസിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രാപഞ്ചിക നിയമങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെ മൂടൽ മഞ്ഞ്, അതേപോലെ മഞ്ഞ് വീഴ്ച, ആലിപ്പഴം, ഇതൊക്കെ ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞില്ലേ, ബർദ് എന്നൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് വരുന്നത്? മൂടൽ മഞ്ഞ് എങ്ങനെ വരുന്നത്? ഇതൊക്കെ കാരണക്കാരനാരാ? മേഘാണ് അല്ലേ? നമ്മളെ ഭൂമിയിൽ നിന്നിങ്ങനെ അന്തരീക്ഷത്തിൽ നീരാവിയായി പോയി ആ മേഘമായി മാറുന്ന അവസ്ഥ ഉണ്ടല്ലോ. ആ മേഘം താഴോട്ട് വീഴുമ്പോൾ പിന്നെ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് അത് ബാഷ്പീകരിക്കും അല്ലേ? ബാഷ്പീകരിക്കും. അങ്ങനെ അത് ബാഷ്പീകരിക്കുകയാണെങ്കിൽ പിന്നെന്താവും? ഭൂമിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ബാഷ്പീകരിക്കുകയാണെങ്കിൽ നമുക്കത് കാണുന്നതാ? മഞ്ഞായിട്ടാണ്. ആ മേഘം തന്നെയാണ് നമ്മൾ ആ മഞ്ഞായി കാണേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആലോചിച്ച് നോക്കുങ്ങളെ, ഇനി എങ്ങനെ മഞ്ഞ് വീഴ്ച ഉണ്ടാവണത്? ഇവിടുത്തെ ചൂട്, എന്താ പറയുക, താപം എപ്പോഴാ മഞ്ഞാവണത്? ഐസാവണ എപ്പോഴാ? 0 സെന്റിഗ്രേഡിലാവുമ്പോഴല്ലേ? അപ്പം ഈ അന്തരീക്ഷത്തിലെ താപം 0 ഡിഗ്രിക്ക് താഴെ ആകുമ്പോൾ വർഷിക്കുന്ന മേഘങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താവും? മഞ്ഞായി വീഴും. അതും ഈ മേഘം തന്നെയാണ്, ഈ മഴ തന്നെയാണത്.
ഇനി ആലിപ്പഴം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ആലോചിച്ച് നോക്കൂ. മേഘങ്ങൾക്ക് ഈ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുമ്പോൾ 5, ഞാൻ പറയില്ല നേരത്തെ 5, 6 അതിനൊരു കണക്കുണ്ട്. ആ 5 മില്ലിമീറ്ററാണ്. പിന്നെ അങ്ങനെയുള്ളത് ചിലപ്പം 5-ലപ്പുറം പോയിട്ട് 50-100 മില്ലിമീറ്ററൊക്കെ ആവും. അപ്പം ആ മില്ലിമീറ്റർ ആകുമ്പം അതിൻ്റെ കട്ടക്ക് വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ആ മില്ലിമീറ്റർ ആവണ ആ മേഘമാണ് എന്തായി ഐസ് കട്ടയായി നമ്മൾ ആലിപ്പഴം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹാത്ഭുതമല്ലേ? എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? അലം തറ, മുഹമ്മദ് നബിയെ താങ്കൾ മനസ്സിലാക്കില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസ്ജി സഹാബൻ, അള്ളാഹു താല മേഘത്തെ മന്ദം മെല്ലെ തെളിച്ചു കൊണ്ടുപോകണം അല്ലേ? അപ്പം നിങ്ങളെ മനസ്സിൽ വരേണ്ടത് ഭൂമിയിൽ നിന്ന് പിന്നെ നീരാവിയായി പോകുന്ന എന്നിട്ടത് മേഘമായി മാറുന്ന ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹുത്തേല അതിനിടയിലൂടെ അള്ളാഹുത്തേല മഴ വർഷിപ്പിക്കുന്ന ആ സുന്ദരമായ ആ രംഗത്തെപ്പറ്റി ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ. അപ്പം അതൊക്കെ എത്ര ആസൂത്രിതമായിട്ടാണ് അള്ളാഹുത്തേലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനി അമ്ലമയ എന്ന് പറഞ്ഞിട്ടൊരു മഴ കിട്ടിയില്ല നിങ്ങൾ? എന്താണ് അമ്ലമയൻ്റെ പ്രത്യേകത? എന്താ? എങ്ങനെയാ അമ്ലമയ ഉണ്ടാവണത്? അതും ഈ മേഘം തന്നെയല്ലേ? ഈ മേഘം തന്നെ. പിന്നെ എങ്ങനെയാ അത് അമ്ലമയായി മാറിയത്? എങ്ങനെ? ആരും ചിന്തിച്ചില്ല ഇതുവരെ? എന്നാ ഒക്കെ പഠിക്കണം. എന്തിനു പഠിക്കണം? എൻ്റെ വിശ്വാസം കൂടാൻ. നിങ്ങളെ പഠിപ്പിക്കാനല്ല, എൻ്റെ വിശ്വാസം കൂടാൻ. അള്ള ഉണ്ട്, അള്ള ഇല്ല എന്ന് പറഞ്ഞാൽ അള്ള ഉണ്ട്, പരലോകമില്ല എന്ന് പറഞ്ഞാൽ പരലോകം ഉണ്ട് എന്നാട്ട് ഉറപ്പിക്കണം. എൻ്റെ വാപ്പ പറഞ്ഞുകൊണ്ട്, ഉമ്മ പറഞ്ഞുകൊണ്ട്, എൻ്റെ ചങ്ങായിമാർ പറഞ്ഞുകൊണ്ടും അല്ല, മറിച്ച് റബ്ബുണ്ട്, ഇതിനൊരു സൃഷ്ടാവുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ ചെതറിപ്പോവില്ല, വഴി തെറ്റിപ്പോവില്ല. അള്ള ഉണ്ട്. അമ്ലമഴ എന്താ അമ്ലമഴ? ആലോചിച്ച് നോക്കൂ. അന്തരീക്ഷം ചിലപ്പം മലിനീകരണം ആവണുണ്ടില്ല നിങ്ങൾ അല്ലേ? അന്തരീക്ഷത്തിൽ എങ്ങനെ അന്തരീക്ഷം മലിനീകരണമാണ്? അതിന് പ്രധാന കാരണം എന്താ? നമ്മൾ ശ്വസിക്കുമ്പോൾ എന്താ കിട്ടണത്? ഓക്സിജൻ. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ പിന്നെ മറ്റ് ചില മരങ്ങളും ചെടികളൊക്കെ എന്താ പുറത്തു വിടുന്നത്? കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പിന്നെ തങ്ങി നിന്നാൽ എന്താ ഉണ്ടാവുക? അവിടെ ഈ കാറ്റ് കൊണ്ടുപോകുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ ഈ കാർബൺ ഡയോക്സൈഡ് പോലുള്ള സാധനങ്ങളാണ് എങ്കിൽ ആ മേഘത്തിൽ നിന്ന് പിന്നെ അന്തരീക്ഷത്തിലൂടെ പിന്നെ വർഷിക്കുന്ന മഴ നമുക്ക് വിഷം കലർന്നതാവും. അങ്ങനെയുള്ള മഴ ഒരാളുടെ ശരീരത്തിൽ വായിച്ചാൽ ഓൻ്റെ എല്ലുകൾ തളരും, എല്ല് ക്ഷയിക്കും. മാത്രമല്ല കുട്ടികളൊന്നും വളരൂല. ഇങ്ങനെ എന്തായിക്കും, എന്തെങ്കിലും പറയൽ, വളരാതെ ഇങ്ങനെ മുരടിച്ചിക്കും. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഈ അമ്ലമയ ഭയങ്കര അപകട. അമ്ലമയ ഒരു വീടിൻ്റെ മുകളിൽ വന്നാൽ ആ ഡ്രസ്സ് പിന്നെ ആ വീട് എന്ത് ചെയ്യും? കാലങ്ങളെ കൊണ്ട് നശിക്കും. ഏതാനും ഒരു വർഷം കൊണ്ട് തന്നെ നശിക്കും. പിന്നെ മനുഷ്യന് പറയാൻ പറ്റാത്ത ഒരുപാട് വേദനകൾ, ആദ്യം വരാൻ മുട്ട്, സന്ധി, അത്തരം വേദനകൾ വന്ന് അവൻ്റെ എല്ല് ക്ഷയിക്കും, ശരീരം ക്ഷയിക്കും. ഇനി മനുഷ്യന് മാത്രമല്ല സസ്യലതാളികളൊക്കെ ഉണങ്ങി തരിപ്പണമായി തീരും. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ മേഘം മൂലം റഹ്മാനായ റബ്ബിന് ഒരു അമ്ലമയ മൂലം ഇൻ്റെ ഈ ശക്തിയൊക്കെ ക്ഷയിപ്പിക്കാൻ ഒരൊറ്റ അമ്ലമയം മതി അല്ലേ? ഞാനുണ്ടാക്കി വെച്ച ഈ ബമ്മാടും ഞാനുണ്ടാക്കി വെച്ച ബാങ്ക് അക്കൗണ്ടും നിമിഷം കൊണ്ട് തകർക്കാൻ ഒരൊറ്റ അമ്ലമയം മതി. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയുണ്ടോ? ഇല്ല. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെന്താണ്? സുമ്മ യജഅലുഹു റുഖാമ ഫതറൽ വദ്ക മിൻ ഖിലാലിഹി ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി. അലിശുക്കുങ്ങൾ റഹ്മാനായ റബ്ബിൻ്റെ ആ തെർത്തീബ്, ആ കോർഡിനേഷൻ, ആ ക്രോഡീകരണം എത്ര ഫിറ്റാണ്! ഇതാണ് ശാസ്ത്രലോകം കണ്ട് അന്താളിച്ചതെന്നാ. എങ്ങനെ ഖുർആൻ ഇത്ര ഫിറ്റായിട്ട് ഈ പിന്നെ കാർമേഘത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് എന്നത് അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നോക്കും നിങ്ങൾ. സനുരീഹിം ആയാത്തിന, സനുരീഹിം സൂറത്ത് ഫുസ്സിലത്തിലെ 53 ഓർമ്മ. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിലും
അതേപോലെ തന്നെ എല്ലാ ദിക്കുകളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. വഫി അൻഫുസിഹിം, അവരിൽ തന്നെയും, ഹത്തായ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് വരെ എന്ത്, അന്നഹുൽ ഹഖ്, അല്ലാഹു ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം, ഈ വിശുദ്ധ ഖുർആൻ സത്യമാണ്, അത് ഹക്കാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിവരിക്കുമ്പോൾ ഈ ശാസ്ത്ര സത്യങ്ങളൊക്കെ അന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായിനോ? ഇല്ല. ഇന്ന് ജനങ്ങൾ പഠിച്ചു, അങ്ങനെ പുരോഗമിച്ചു, അപ്പോഴാണ് അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ വില മനസ്സിലാണ്. ഇപ്പോഴും ശാസ്ത്രലോകം കണ്ടെത്തുന്ന പലതും എന്തിലുണ്ട്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ തയ്യാറാവണം. പിന്നെ അവലം യക്ഫി ബി റബ്ബിക, എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നത്, നിന്റെ രക്ഷിതാവ് പോരെ? അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും അവൻ കാണുന്നവനാണ്, സാക്ഷിയാണ്. പിന്നെ അലാ ഇന്നഹും ഫീ മിർയത്തിൻ, എന്നിട്ട് അവസാനിക്കുന്ന അടുത്ത ആയത്ത് എന്താ? അലാ ഇന്നഹും ഫീ മിർയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം, ഇപ്പോഴും പടച്ചോനെ കണ്ടുമുട്ടും, പരലോകല്ല, അതിൽ സംശയിച്ചിരിക്കുക കൂട്ടരെ നിങ്ങളിപ്പോഴും എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. എത്ര കൊല്ലം മുമ്പ് ചോദിച്ചത്? 1400. ആരോടാ അത് ചോദിക്കണത്? ഈ ഇന്ന് ജീവിക്കണം നമ്മോട് അള്ളാഹു തആല ചോദിക്കാൻ, അല്ലേ? നിങ്ങൾ സംശയിച്ചിരിക്കുക. അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു എല്ലാ കാര്യവും അതിസൂക്ഷ്മമായി അതിൻ്റെ എല്ലാ കോണുകളും എല്ലാ മേഖലകളിലും എന്ത് ഉള്ളറുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. സമയം നഞ്ഞ് ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തത്